വൈദ്യുതി നിരക്ക് കൂടിയതിനെ കുറിച്ച് പല തരത്തിലുള്ള ന്യായീകരണങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അത്തരത്തിലൊന്നാണ് കേരളത്തിലാണ് ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി വിൽക്കുന്നത് എന്നുള്ളത്. ഇത്തരത്തിൽ സാമാന്യ ബുദ്ധിയുള്ളവരെ നാണിപ്പിക്കുന്ന തരത്തിലുള്ള വാദങ്ങളാണ് ഇവർ പൊതുവെ മുമ്പോട്ടേക്ക് വെക്കാറുള്ളത്. ഞാൻ ഈ വാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ സാന്ദർഭികമായി ഓർമ്മിച്ചിരുന്നത് വിശ്വപ്രസിദ്ധനായ അടൂരിന്റെ സിനിമയുണ്ട് നമ്മളുടെ വിധേയൻ. അതിൽ ഭാസ്കര പട്ടേൽ നമ്മളെല്ലാവരും ഓർമ്മിക്കുന്ന കഥാപാത്രമാണ്. അദ്ദേഹം തന്റെ അടിമയായിട്ടുള്ള തുമ്മിയുടെ ജീവിത പങ്കാളിയെ ബലാത്കാരത്തിന് ഇരയാക്കിയിട്ട് ഇദ്ദേഹത്തിന്റെ മുമ്പിലൂടെ നടന്നു പോകുമ്പോൾ തുമ്മി ബലാത്കാരത്തിന് ഇരയാക്കപ്പെട്ട തന്റെ ജീവിത പങ്കാളിയുടെ അടുത്ത് ചെല്ലുമ്പോൾ ചോദിക്കുന്നുണ്ട്, എന്ത് മണമാണ് പട്ടേലറുടെ സെന്റിന് എന്നുള്ളത്. ഏതാ വർദ്ധിപ്പിച്ചാൽ തന്നെ ഇവിടെ ബാധിക്കുന്നില്ലല്ലോ, സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമല്ലല്ലോ, ഇത്യാദി വാദങ്ങൾ ലോകത്ത് സാമാന്യ യുക്തിക്ക് പരിക്ക് പറ്റിയിട്ടില്ലാത്ത ഒരു മനുഷ്യനും ദഹിക്കാനാകാത്ത ഇത്തരം വാദങ്ങൾ കേൾക്കുമ്പോൾ ഭാസ്കര പട്ടേലിന്റെയും അതേപോലെ വിധേയന്റെ അടിമയുടെ രംഗവും ഒക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. 2013 ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചതിനെതിരെ സമരം ചെയ്തിരുന്നു ആര്? ഇന്നത്തെ ഭരണകക്ഷി. നടക്കുകയും ഒക്കെ പ്രതിഷേധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾ പ്രതിപക്ഷത്തിരുന്നപ്പോഴാണ്. ഇപ്പൊ ഞങ്ങൾക്ക് പ്രതിഷേധിക്കാൻ സൗകര്യമില്ല. ഇപ്പൊ പ്രതിപക്ഷത്തിരുന്നവരൊക്കെ എന്ന് പ്രതിഷേധിച്ചു കൊള്ളണം എന്ന് വെച്ചാൽ പരമമായ പരിഹാസം. തങ്ങളെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ഈ രാജ്യത്തെ ജനങ്ങളെ അടിമവേലക്കാരായി ഞങ്ങൾ കാണും. 2013 വൈദ്യുതി വർധനക്കെതിരെ പിന്നീട് മുഖ്യമന്ത്രിമാരായ രണ്ട് നേതാക്കൾ സമരം ചെയ്യുന്നു. ഒന്ന് പിണറായി വിജയൻ, മറ്റൊന്ന് അരവിന്ദ് കെജ്രിവാൾ. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം ഏകദേശം 8 വർഷത്തിനിടയ്ക്ക് 5 തവണ വൈദ്യുതി ബില്ല് വർദ്ധിപ്പിച്ചപ്പോൾ അരവിന്ദ് കെജ്രിവാൾ മുഖ്യമന്ത്രിയായതിനു ശേഷം ഡൽഹിയിൽ 200 യൂണിറ്റ് മാസം, അതായത് കേരളത്തിൽ 2 മാസമാണ്, അതങ്ങനെ നോക്കുമ്പോൾ 400 യൂണിറ്റ് വൈദ്യുതി സൗജന്യമായി നൽകുന്നു. ഒറ്റത്തവണ പോലും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിച്ചിട്ടില്ല. പിന്നീട് അധികാരത്തിലേറ്റ ആം ആദ്മി പാർട്ടി അധികാരത്തിലേറ്റ പഞ്ചാബിലും 300, അതായത് 2 മാസം കൂടുമ്പോൾ 600 യൂണിറ്റ് ആണ് അവിടെ സൗജന്യമായി നൽകുന്നത്. ഈ സംസ്ഥാനങ്ങളിലെല്ലാം അന്ന് ഭരിച്ചിരുന്ന കോൺഗ്രസ്, പഞ്ചാബിലും ഡൽഹിയിലും കേരളത്തിലും ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇന്ന് വൈദ്യുതി നിരക്കിനെതിരെ സമരം ചെയ്യുന്നു. ചിന്തിക്കുന്നവർക്ക് മാത്രം ദൃഷ്ടാന്തം.